ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നാം ആദ്യം ചോദിക്കുന്നത് ഞാൻ തനിച്ചാണോ എന്നാണ്. എന്നാൽ യിരെമ്യാവിൻ്റെ പുസ്തകം 30-ാം അധ്യായം 11-ാം വാക്യത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന ഉറപ്പാണ്, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ വചനത്തിൽ 3 പ്രധാന സത്യങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഒന്നാമതായി ദൈവത്തിൻ്റെ സാന്നിധ്യം. നാം പോകുന്ന വഴികളിലെല്ലാം അവിടുന്ന് കൂടെയുണ്ട്. നമ്മെ തനിയെ വിട്ടിട്ട് ദൂരെ നിന്ന് നോക്കി കാണുന്നവനല്ല നമ്മുടെ ദൈവം. സിംഹക്കുഴിയിൽ ദാനിയേലിനൊപ്പവും തീച്ചൂളയിൽ 3 യുവാക്കളോടൊപ്പവും ഉണ്ടായിരുന്ന അതേ സാന്നിധ്യം ഇന്ന് നമ്മുടെ കൂടെയുമുണ്ട്. രണ്ടാമതായി ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, നിന്നെ രക്ഷിപ്പാൻ എന്നാണ് വചനം പറയുന്നത്. ശത്രുവിൻ്റെ കൈകളിൽ നിന്നോ തകർച്ചയുടെ സാഹചര്യങ്ങളിൽ നിന്നോ നമ്മെ പിടിച്ചുലയ്ക്കുന്ന രോഗങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ അവിടുന്ന് ശക്തനാണ്. മൂന്നാമതായി നാം ഇവിടെ കാണേണ്ടത് ദൈവത്തിൻ്റെ അധികാരത്തെയാണ്. ഇത് പറയുന്നത് സൈന്യങ്ങളുടെ യഹോവയാണ്. മാറുന്ന മനുഷ്യവാക്കുകളല്ല, മറിച്ച് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ അരുളിപ്പാടാണിത്. ലോകം നമ്മെ കൈവിട്ടാലും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. നമ്മുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ നോക്കിയല്ല, മറിച്ച് ആ കൊടുങ്കാറ്റിലും കൂടെയുള്ള ദൈവത്തെ നോക്കിയാണ് നാം മുന്നേറേണ്ടത്. പ്രിയപ്പെട്ടവരെ, നാം കടന്നു പോകുന്ന സാഹചര്യം ഏതുമാകട്ടെ, അത് സാമ്പത്തിക തകർച്ചകളോ കുടുംബ പ്രശ്നങ്ങളോ മാനസികമായ ഒറ്റപ്പെടലോ ആകട്ടെ, യഹോവയുടെ ഈ അരുളിപ്പാട് ഇന്നും ജീവനുള്ളതാണ്. അവിടുന്ന് കൂടെയുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നമ്മെ തകർക്കാൻ കഴിയുകയില്ല. ആ വലിയ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് നമ്മെ വഴി നടത്തുകയും എല്ലാ തിന്മകളിൽ നിന്ന് വിടുവിച്ച് കാത്തു രക്ഷിക്കുകയും ചെയ്യും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ വിലയേറിയ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന അവിടുത്തെ വാഗ്ദത്തം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉറപ്പിക്കണമേ. ജീവിതത്തിലെ കഠിനമായ വഴികളിലൂടെ നടക്കുമ്പോൾ ഞങ്ങൾ തനിച്ചല്ല എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഭയത്തെയും ആശങ്കകളെയും നീക്കി അവിടുത്തെ സമാധാനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. അവിടുത്തെ ശക്തമായ കരം നീട്ടി എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.